തൃശൂർ കോർപ്പറേഷന്റെ ബജറ്റ് അവലോകന ചർച്ച കൌൺസിൽ ഹാളിൽ നടന്നു. ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് കൌൺസിലർമാർ വിട്ടുനിന്നു. ചർച്ചയ്ക്കിടയിൽ ബി.ജെ.പി. കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കോർപ്പറേഷന്റെ നികുതിക്കൊള്ളയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൌൺസിലർമാർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. ബജറ്റിൽ പ്രതിഷേധിച്ച് പ്ലക്കാർഡുകളും കുടങ്ങളുമായിട്ടാണ് ബി.ജെ.പി. കൌൺസിലർമാർ ചർച്ചയിൽ പങ്കെടുത്തത്. ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായ കറുപ്പ് വിവാദത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ആദരവ് പ്രകടിപ്പിച്ച് ബി.ജെ.പി. കൌൺസിലർമാരെല്ലാം കറുപ്പ് ഡ്രസ്സും ധരിച്ചാണ് കൌൺസിൽ ഹാളിലെത്തിയത്. കോർപ്പറേഷൻ ബജറ്റ് തനിയാവർത്തനവും ബഡായി ബജറ്റുമാണെന്ന് ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. ജനദ്രോഹ ബജറ്റാണെന്നാരോപിച്ച് ബി.ജെ.പി. കൌൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. കാലങ്ങളായി നിലനിന്നിരുന്ന മാലിന്യ പ്രശ്നമടക്കമുള്ള സുപ്രധാന വിഷയങ്ങളിൽ മേയർ എം.കെ. വർഗീസിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ചുമതല വഹിക്കുന്ന രാജശ്രീ ഗോപൻ പറഞ്ഞു. തൃശൂർ സ്വരാജ് റൌണ്ട് നിർമ്മിച്ച രാമവർമ്മ തമ്പുരാന്റെ പത്നി പാറുക്കുട്ടിയമ്മയുടെ പ്രതിമ തൃശൂരിൽ സ്ഥാപിക്കണമെന്ന് ഡോക്ടർ വി. ആതിര ആവശ്യപ്പെട്ടു. വർഗീസ് കണ്ടംകുളത്തി, പൂർണിമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ആവശ്യപ്രകാരം കാത്തലിക് സിറിയൻ ബാങ്കിന്റെ CSR ഫണ്ടായി 1 കോടി രൂപ കോർപ്പറേഷന് ലഭിച്ചതായും ക്ലീൻ കേരളയുടെ ഭാഗമായി 60,000 വീടുകളിൽ ബിൻ കൊടുക്കാൻ ഈ തുക ഉപയോഗപ്പെടുത്തുമെന്നും മേയർ എം.കെ. വർഗീസ് യോഗത്തിൽ അറിയിച്ചു.